മരിച്ചു കിടക്കുന്ന ഭർത്താവ് മരിച്ചു പോയാൽ ഭാര്യ നെഞ്ചത്തടിച്ചുകൊണ്ട് വിളിച്ചു കൂവിയിട്ട് അവൾ കരഞ്ഞോണ്ട് പറയുന്നതെന്നറിയോ? അള്ളാഹുവേ, ഇനി എനിക്കും എന്റെ മക്കൾക്കും ആരാ അള്ളാഹ് ഉള്ളേ? അവളെന്താ പറയണേ? എനിക്കും എന്റെ മക്കൾക്കും ഇനി ആരാ പടച്ചവനെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ തിന്നാൻ തന്നത് ഈ മനുഷ്യനായിരുന്നു, ഈ മനുഷ്യൻ പോയി, ഇനിയൊന്നും ഇല്ലല്ലോ. അവൾ അപ്പോഴും അവളുടെ കാര്യമാണ് പറയണേ. അപ്പോഴും അവള് പറയണത് എന്താ? ഭർത്താവ് മരിച്ചു കിടക്കുമ്പോഴും അവള് കരയുമ്പോ വിളിച്ചു പറയുന്നത്, എന്നെയും എന്റെ മക്കളെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയല്ലോ, നീക്ക് ആരാ ഉള്ളത്? സത്യത്തിൽ അവൾക്ക് എല്ലാരും ഉണ്ട്. അവളുടെ വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, കൂടപ്പുറപ്പുകളുണ്ട്, സംഘടനകളുണ്ട്, കുടുംബക്കാരുണ്ട്, നാട്ടുകാരുണ്ട്, മഹല്ലുകളുണ്ട്, എല്ലാരും ഉണ്ട്. സത്യത്തിൽ ഈ ഭാര്യ എന്താ പറയണ്ടേ? പടച്ചോനെ, എന്റെ കാക്ക പള്ളിക്കാട്ടിൽ പോവാ, ആരാ അല്ല ഇയാളുടെ കൂടെ ഇനിയുള്ളത്? എന്റെ ഭർത്താവ് കബറിലേക്ക് പോവുക, പടച്ചവനെ ഒറ്റയ്ക്കാണല്ലോ അല്ല, അദ്ദേഹത്തിന്റെ കൂടെ നീ ആരാ ഉള്ളത്? ലോകത്ത് ഇന്ന് വരെ ഒരു പെണ്ണും പറഞ്ഞിട്ടില്ല, പറയുമെന്ന് തോന്നുന്നുമില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആ സമയത്തും അവനവന്റെ കാര്യം നോക്കണം. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക്. ഇതെല്ലാം കൂടെ ഇടിഞ്ഞ് തലേ വീഴാൻ സമയമായി. അതിന്റെ തുടിയായി ഇപ്പം കണ്ടുകൊണ്ടിരിക്കണം. അതിന്റെ അഹങ്കാരമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ നിയമങ്ങൾ, പരിശുദ്ധമായ ഖുർആൻ, അവിടുത്തെ ശരീഅത്തിന്റെ നിയമങ്ങൾക്കെതിരെ കളി നടക്കുന്നത്, അള്ളാഹുവിനോട് ഇപ്പൊ യുദ്ധം നടക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ സൂറത്ത് തന്നെ ഞാൻ ഓതിയത്. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഈ സൂറത്ത് ഓതി കൊടുത്തപ്പോൾ പ്രവാചകൻ വല്ലാതെ കരഞ്ഞുപോയി. പ്രവാചകന്റെ മരണം അടുത്തു എന്ന് ആദ്യമായിട്ട് അടയാളമായിട്ട് വന്നത് ഈ സൂറത്തായിരുന്നു. ഇവിടുന്ന് വന്നിട്ട് പറഞ്ഞു, നബിയേ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. ജനങ്ങൾ മുഴുവനും ഇസ്ലാമിലേക്ക് ഇങ്ങനെ പടർന്നു ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ഇസ്ലാമിലേക്ക് എല്ലാവരും കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. നബിയേ, ഫസബ്ബിഹു ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബ. ഇവിടുന്ന് പറഞ്ഞു കൊടുത്ത, നബിയേ, പോകാൻ സമയമായി, ഒരുങ്ങിക്കോളെ, അള്ളാഹുവിലേക്ക് മടങ്ങാൻ സമയമായി. അതുകൊണ്ട് ഒരുപാട് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക, ഇബാദത്തുകൾ അധികരിപ്പിക്കുക. അള്ളാഹുവിലേക്ക് അടുക്കുന്നതിന് വേണ്ടി, പടച്ച റബ്ബിലേക്ക് പോകാൻ സമയമായി, ഒന്ന് തയ്യാറെടുക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകനോട് ഒരു പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുമായി ജിബ്രീൽ വന്ന് പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവർ, അതാ ഞാൻ ആദ്യം നിങ്ങളോടും പറഞ്ഞത്, ഒരുങ്ങിക്കോ, എല്ലാവരും പോകാൻ ഒരുങ്ങിക്കോ. അള്ളാഹു നല്ല യാത്ര നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ ഇവിടെ ഓടിയാ എവിടെ വരെ ഓടാനാണ്? ഇവിടെ തന്നെ ഓടാൻ പറ്റൂ. അസ്റായിൽ വരുമ്പോൾ മിണ്ടാതെ കടന്നു കൊടുക്കണം. മലക്കുൽ മൗത്ത് വരുമ്പോൾ ഓടാനൊന്നും പറ്റൂല, മിണ്ടാതെ കടന്നു കൊടുക്കണം. അള്ളാഹു നമ്മുടെ അവസാനം നന്നാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ റബീഉൽ അവ്വൽ മാസവ വരുമ്പോ പള്ളികൾ മുഴുവനും മൗലിദ് ഓതുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരൊരു മനുഷ്യന്റെ മുന്നിൽ പറയപ്പെട്ടിട്ട് അവൻ സലാത്ത് പറഞ്ഞില്ലെങ്കിൽ അവൻ അള്ളാഹുവിന്റെ ശാപമുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇവിടെ വന്നിരുന്നിട്ട് അത് വാങ്ങരുത്. ഈ ദുനിയാവിലെ സ്വർഗത്തിൽ വന്നിരുന്നിട്ട് അള്ളാഹുവിന്റെ ശാപം വാങ്ങിയിട്ട് പോകരുത്. ഒരു കാലത്തും രക്ഷപ്പെടൂല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് പ്രഭാഷണം നടത്തിയിട്ട് തന്റെ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ അകത്ത് കരഞ്ഞ് വല്ലാത്തൊരവസ്ഥയിൽ തളർന്നു കിടക്കുകയാണ്. വീടിന്റെ അകത്ത് തളർന്നു കിടക്കുന്ന ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്തേ ആയിഷ, എന്താണ് നിനക്ക് സംഭവിച്ചത്? എന്താണ് നിന്റെ മനസ്സിനെ വേദനിപ്പിച്ചത്? ഇതുപോലെ കരഞ്ഞു വല്ലാത്തൊരവസ്ഥയിൽ നീ കിടക്കുന്നല്ലോ, അതിന്റെ കാരണം എന്താണെന്ന് ലോകത്തിന്റെ നേതാവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ചോദിക്കുമ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു കൊടുത്തു, നബിയേ, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് ആലോചിച്ചിട്ട് കരഞ്ഞുപോയതാ. മരണത്തിന് ശേഷമുള്ള ജീവിതം, ഖബറിനെ കുറിച്ചും പരലോകത്തെ കുറിച്ചും നരകത്തെ കുറിച്ചും അങ്ങ് പറയുന്നത് കേട്ടിട്ട് ഞാൻ കരഞ്ഞു പോയതാണ്. കരച്ചിൽ നിർത്തണമെന്ന് ആഗ്രഹമുണ്ട് നബിയെ, കഴിയുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബീബി റളിയല്ലാഹു തആല
തആല പറയുമ്പോൾ തളർന്ന് വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ തലയെടുത്തും മടിത്തട്ടിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കരച്ചിൽ മാറ്റാൻ ഇങ്ങനെ പരിശ്രമിക്കുകയാണ്. തന്റെ ഭാര്യയുടെ കണ്ണുനീര് തുടച്ചു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ സ്നേഹപ്രകടനങ്ങൾ കാണിക്കുമ്പോൾ, തന്റെ ഭാര്യയോട് അല്ലാഹുവിന്റെ റസൂൽ സ്നേഹത്തോടെ പെരുമാറുമ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്നോട് വല്ലാത്ത സ്നേഹമാണോ നബിയേ? എന്നെ വല്ലാത്ത ഇഷ്ടമാണോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, ആയിഷ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ്, നിന്നോട് വല്ലാത്ത സ്നേഹമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യ മടിത്തട്ടിൽ പിടിച്ച് കിടത്തിയിട്ട് സമാധാനിപ്പിക്കുമ്പോൾ പെട്ടെന്ന് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഫഹൽ യദ്കുറൂന അഫ്ലീകും യൗമൽ ഖിയാമ. ചിരിച്ചുകൊണ്ട് ഭാര്യ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്ന ലോകത്തിന്റെ നേതാവിനോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ പെട്ടെന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. ചോദ്യം കേൾക്കേണ്ട താമസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കണ്ണങ്ങ് നിറയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണങ്ങ് നിറയുകയാ. കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. ലോകത്തിന്റെ നേതാവ് കരയാൻ തുടങ്ങി. കണ്ണുനീരിങ്ങനെ താടിരോമത്തിലൂടെ ഇങ്ങനെ ഒഴുകുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് കരയാനുള്ള കാരണം എന്തെന്നറിയുമോ? എന്താണ് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചതെന്നറിയുമോ? യാ റസൂലല്ലാഹ്, എന്നോട് വല്ലാത്ത സ്നേഹമാണ്, എന്നെ വല്ലാത്ത ഇഷ്ടമാണ്. എന്റെ കണ്ണൊന്ന് നിറഞ്ഞപ്പോ, എന്റെ മനസ്സൊന്ന് വേദനിച്ചപ്പോ, എന്നെ സമാധാനിപ്പിക്കാൻ അങ്ങന്റെ കൂടെയുണ്ടല്ലോ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോൾ അല്ലാഹുവിന്റെ കോടതിയുണ്ടല്ലോ, അല്ലാഹുവിന്റെ മഹ്ശറയുണ്ടല്ലോ. ആ മഹ്ശറയിലേക്ക് കടന്നു വരുമ്പോ ഈ സ്നേഹം എന്നോട് കാണിക്കുമോ നബിയേ? അപ്പോഴും എന്നോട് സ്നേഹമുണ്ടാകുമോ? എന്നെ കണ്ട പരിചയം കാണിക്കുമോ? എന്നെ സഹായിക്കുമോ? എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുമോ? ഞാൻ അങ്ങയുടെ ഭാര്യയാണല്ലോ. വല്ല പരിഗണനയും എന്നോട് കാണിക്കുമോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകനെ കരയുകയാണ്. ആയിഷ, വല്ലാത്ത ഒരു ചോദ്യമാണ് നീ ചോദിച്ചത്, വല്ലാത്ത ഒരു ചോദ്യമാണ് നീ ചോദിച്ചത്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇരുന്ന് കരയുകയാണ്. എന്നിട്ട് പറഞ്ഞു, ആയിഷ, സലാസത്തുൻ, 3 സ്ഥലങ്ങളുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അതാ ഇസ്രാഫീൽ എന്ന മലക്ക് സൂറെന്ന കാഹളത്തിൽ ഊതിക്കഴിയുമ്പോ കബറ് പൊളിച്ചിട്ട് എല്ലാവരും എഴുന്നേറ്റ് വരുന്ന പടച്ചുറപ്പിന്റെ കോടതിയുണ്ടല്ലോ. ആ പരലോകത്തേക്ക് എല്ലാവരും കടന്നു വരുമ്പോൾ എല്ലാരും അല്ലാഹുവിന്റെ കോടതിയിൽ ഒരുമിച്ച് കൂടുമ്പോ 3 സ്ഥലങ്ങളിൽ ജനങ്ങൾ എത്തിക്കഴിഞ്ഞാൽ, 3 സ്ഥലങ്ങളിൽ ജനങ്ങൾ എത്തിക്കഴിഞ്ഞാ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഫലാ യദ്കുറു അഹദുൻ അഹദാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, പടച്ചറപ്പിന്റെ പരലോകത്ത് 3 സ്ഥലങ്ങളുണ്ട്. ആ 3 സ്ഥലങ്ങളിലേക്ക് ഒരു മനുഷ്യൻ എത്തിക്കഴിഞ്ഞാ വാപ്പയില്ല, ഉമ്മയില്ല, ഭാര്യയില്ല, മക്കളില്ല, കൂടപ്പറപ്പില്ല, കൂട്ടുകാരില്ല, കുടുംബക്കാരില്ല, ശരീരത്തിന്റെ അവയവങ്ങൾ പോലുമില്ല. ഒരു മനുഷ്യനും നിന്നെ തിരിഞ്ഞു നോക്കൂല, ഒരാളും നിന്നെ കണ്ട പരിചയം കാണിക്കൂല. പെറ്റ ഉമ്മ മുന്നിലൂടെ നടന്നു പോയാലും നിന്നെ ഒന്ന് പരിഗണിക്കൂല. നിന്റെ വാപ്പ നിന്നെ തിരിഞ്ഞു നോക്കൂല. ഒരാളും നിന്നെ സഹായിക്കത്തില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, പടച്ചുറപ്പിന്റെ പരലോകത്ത് 3 സ്ഥലങ്ങളിൽ ഒരു മനുഷ്യന് ചെന്ന് കഴിഞ്ഞാൽ അവനല്ലാതെ മറ്റൊരാളും അവനെ സഹായിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, വാപ്പയും ഉമ്മയും ഭാര്യയും മക്കളും
മക്കളും കൂടപ്പുറപ്പം കൂട്ടുകാര് ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാത്ത, ഒരു മനുഷ്യനും സഹായിക്കാത്ത ആ പടച്ച റബ്ബിന്റെ പരലോകത്തിലെ 3 സ്ഥലങ്ങൾ ഏതാണ് നബിയേ? ഒന്ന് പറഞ്ഞു തരുവോ നബിയേ? ഒന്ന് പറഞ്ഞു തരുവോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, ആയിഷ, ഒന്നാമത്തെ സ്ഥലമേതെന്നറിയുവോ? ഒന്നാമത്തെ സ്ഥലമേതെന്നറിയുവോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഈ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയത് മുഴുവനും നാളെ പടച്ചുറപ്പ് പിടിച്ചു നിർത്തിയിട്ട് എണ്ണി എണ്ണി ചോദിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, നമ്മൾ അല്ലാഹു വിചാരണ നടത്തുന്ന സമയമുണ്ടല്ലോ, ഹിസാബ് ചെയ്യുന്ന സമയമുണ്ടല്ലോ. അല്ലാഹു ചെയ്തത് മുഴുവനും 2 മലക്കുകൾ മറക്കാതെ എഴുതി വച്ചിരിക്കുകയാ. അവർക്ക് ഉറക്കമില്ല, ഒരു നിമിഷം പോലും പാഴാക്കാതെ നമ്മൾ ചെയ്യുന്ന സർവകാര്യങ്ങളും എഴുതി വെക്കുന്ന 2 മലക്കുകളുണ്ടല്ലോ. വെറുതെയല്ല ചെറുപ്പക്കാരാ, വെറുതെയല്ല ഉപ്പോ പെങ്ങളെ, വെറുതെയല്ല പൊന്നുമോള്. നാളെ പടച്ചുറപ്പിന്റെ പരലോകത്ത് എഴുതി വച്ചിരിക്കുന്നത് മുഴുവനും നിന്റെ കയ്യിലേക്ക് പടച്ചവൻ വെച്ച് തരുന്ന, എന്നിട്ട് എല്ലാം എണ്ണി എണ്ണി ചോദിക്കുന്ന ഒരു സമയമുണ്ട്. ആ ഹിസാബിന്റെ വേളയിൽ ഒരു മനുഷ്യനും നിന്നെ തിരിഞ്ഞു നോക്കില്ല ആയിഷ, കണ്ട പരിചയം കാണിക്കില്ല ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ, എന്റെ പ്രിയമുള്ളവരെ, ആയിഷ ബീബി റളിയല്ലാഹു തആല കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, നബിയേ, ആരും സഹായിക്കാനില്ലാത്ത ആ ദിവസമുണ്ടല്ലോ, ഒരാളും പരിഗണിക്കാത്ത ആ സമയമുണ്ടല്ലോ, ആ സമയത്ത് രക്ഷപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? ആ സമയത്ത് അല്ലാഹു വിചാരണയ്ക്ക് വേണ്ടി പിടിച്ചു നിർത്തുന്ന സമയമുണ്ടല്ലോ. ആയിഷ ബീബി റളിയല്ലാഹു തആല പറയുകയാണ്, മൻ ഹൂസിബ യൗമൽ ഖിയാമ, ഏതെങ്കിലും ഒരു മനുഷ്യനെ വിചാരണ ചെയ്യുന്നതിന് വേണ്ടി പടച്ചറപ്പ് പിടിച്ചു കഴിഞ്ഞാൽ, ഒരാളെ വിചാരണയ്ക്ക് വേണ്ടി പടച്ചറപ്പ് പിടിച്ചു നിർത്തി കഴിഞ്ഞോ, അവൻ നശിച്ചു പോയെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ ബീവി കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, നബിയേ, ഈ വിചാരണയുടെ സമയത്ത് രക്ഷപ്പെട്ട സ്വർഗത്തിലേക്ക് പോകുന്ന ആരെങ്കിലും ഉണ്ടോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ, നാളെ പടച്ചുറപ്പിന്റെ പരലോകത്ത് കോടാനുകോടി ജനങ്ങളെ നിൽക്കുന്ന ദിവസമുണ്ടല്ലോ. ആ ദിവസം അല്ലാഹു ഒരു വിഭാഗം ആൾക്കാരെ അടുത്തേക്ക് വിളിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, 60,000 ആൾക്കാരെ അല്ലാഹു അടുത്തേക്ക് വിളിക്കുകയാണ്. ആ 60,000 ഓരോ വ്യക്തികളുടെ കൂടെയും 60,000 പേര്. അല്ലാഹുവേ, ലക്ഷക്കണക്കിന് ആൾക്കാരെ നാളെ പടച്ചുറപ്പ് പരലോകത്ത് തന്റെ അടുത്തേക്ക് വിളിച്ചിട്ട് അവരെ അല്ലാഹു വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടത്തി വിടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് എല്ലാവരും വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാതെ റബ്ബിന്റെ കോടതിയിൽ നിൽക്കുന്ന ദിവസമുണ്ടല്ലോ. ആ ദിവസം അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരു വിഭാഗത്തെ അല്ലാഹു വിചാരണയില്ലാതെ പടച്ചവൻ അവരെ സ്വർഗത്തിലേക്ക് കടത്തി വിടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. നാളെ പടച്ച റബ്ബിന്റെ ഒരു ദിവസം വീടിന്റെ അകത്ത് കരഞ്ഞ് തളർന്നു കിടക്കുന്ന ഭാര്യ എടുത്ത് മടിത്തട്ടിൽ വെച്ചിട്ട് കണ്ണുനീര് തുടച്ചു കൊടുത്ത് സമാധാനിപ്പിക്കുക. നബിയെ, എന്നോട് വലിയ സ്നേഹമാണോ നബി? ആണ് ആയിഷ, എനിക്ക് നല്ല ഇഷ്ടമാണ് നിന്നെ. എന്നുണ്ടാവോ? അവിടെ നിന്ന് പെട്ടെന്ന് ചോദിച്ചു, നാളെ റബ്ബിന്റെ കോടതി വരുമ്പോ ഞാൻ നിങ്ങളുടെ ഭാര്യ, വല്ല പരിഗണനയും കാണിക്കോ? കണ്ട പരിചയം ഉണ്ടാകുമോ? എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുവോ? എന്നെ ഒന്ന് സ്വർഗത്തിൽ കൊണ്ടുപോകുമോ? കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ആയിഷ, 3 സ്ഥലം ഒഴികെ, 3 സ്ഥലങ്ങൾ ഒഴികെ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് 3 സ്ഥലമുണ്ട്. ആ 3 സ്ഥലങ്ങളിൽ ഒരു മനുഷ്യൻ ചെന്നു കഴിഞ്ഞാൽ അവന്റെ കാര്യം അവൻ തന്നെ, വേറെ ആരും ഉണ്ടാകില്ല, ഒരാളും തിരിഞ്ഞു നോക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽപ്പെട്ട 1-ാമത്തെ സ്ഥലം ഞാനും നിങ്ങളും ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്നത് മുഴുവനും അള്ളാഹു പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. അള്ളാഹു ചെയ്തു കൂട്ടിയത് മുഴുവനും എന്നോടും നിങ്ങളോടും എണ്ണി ചോദിക്കും. എല്ലാം ചോദിക്കും. അല്ലാഹ്
ആ ചോദിക്കുന്ന സമയം നിന്റെ കൂടെ ഒരാളും ഉണ്ടാകില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അള്ളാഹു ആരെയെങ്കിലും വിചാരണയ്ക്ക് പിടിച്ച അവന്റെ കാര്യത്തിൽ തീരുമാനമായി, അവൻ നശിച്ചുപോയി. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയെ, രക്ഷപ്പെട്ടു പോകുന്ന ആരെങ്കിലും, ഈ വിചാരണ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അള്ളാഹു വിചാരണ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ട് ആയിഷ, അള്ളാഹു വിചാരണ ചെയ്യാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അവർ അള്ളാഹു വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടത്തിവിടും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. പ്രവാചകൻ അവിടെ നിന്ന് 6 കാര്യങ്ങൾ എണ്ണി പറഞ്ഞു. 6 കാര്യങ്ങൾ എണ്ണി പറഞ്ഞു. ആ 6 കാര്യം ജീവിതത്തിലുള്ളവർ 6-ൽ ഏതെങ്കിലും ഒരെണ്ണെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ, അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് 10 മണിയായി, ഇൻഷാ അള്ളാഹ് കറക്റ്റ് 1.5 മണിക്കൂർ നിർത്തും. 1:30 നിർത്തും, കറക്റ്റ് 11:30 ഇൻഷാ അള്ളാഹ്. 6 എണ്ണം പറയാന്ന് ഞാൻ വാക്കൊന്നും പറയൂല. എത്ര എണ്ണം പറയുന്നോ അവിടെ അവസാനിപ്പിച്ച് ദുആ ചെയ്തു പിരിയും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. അപ്പൊ നാളെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന വിഭാഗത്തിൽ അള്ളാഹു പെടുത്തുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു രാത്രി ഇരുന്ന് കരയാ. ഒരു രാത്രി പ്രവാചകൻ എഴുന്നേറ്റ് എന്തോ കണ്ടു ഭയന്നുകൊണ്ടിങ്ങനെ കരയാ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഞെട്ടി ഉണർന്നിട്ട് ചോദിച്ചു, എന്തേ നബി ഇരുന്ന് കരയുന്നു? എന്ത് പറ്റി നബിയെ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ, എന്നെ ജിബ്രീൽ വിളിച്ചു കൊണ്ടുപോയി ഖബറിന്റെ അകത്ത് കിടക്കുന്ന ആൾക്കാരെ മുഴുവനും കാണിച്ചു തന്നു. ഖബർസ്ഥാനിൽ കൊണ്ടുപോയി ഖബറിന്റെ അകത്ത് കിടക്കുന്ന എന്താന്നല്ലാ പടച്ചവൻ, എന്താ അതാബ ആയിഷ, ഖബറിന്റെ അകത്ത് കിടന്ന് ജനങ്ങൾ വിളിച്ചു പോവാ, നരകത്തിന്റെ തീ, അതിനകത്ത് വല്ലാത്ത അതാബ് ഞാൻ കണ്ടു. അവിടെ നിന്ന് കൊണ്ടുപോയത് പരലോകത്താ. അവിടെ ചെല്ലുമ്പോ പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും അല്ലാഹുവേ പടച്ചോനെ വൃത്തികെട്ട രൂപത്തിൽ ജനങ്ങൾ ഇങ്ങനെ വരിക. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഒരു നന്മയ്ക്ക് വേണ്ടി യാചിക്കാ ജനങ്ങൾ. സിറാത്ത് എന്ന പാലത്തിന്റെ മുന്നിൽ ചെല്ലുമ്പോ അല്ലാഹുവേ ജനങ്ങൾ നരകത്തിന്റെ തീയിലേക്ക് വീഴുന്ന കാഴ്ച കണ്ടു ആയിഷ. അള്ളാഹുവിന്റെ റസൂല് കരഞ്ഞുകൊണ്ട് പറയുമ്പോ ഇതെല്ലാം കേട്ടിട്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയെ, മരണത്തിന് ശേഷം രക്ഷപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? മരിച്ചത് മുതൽ സ്വർഗത്തിൽ എത്തുന്നതിന് മുമ്പ് ഈ അള്ളാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച ഈ മഹ്ശറയിലും ഖബറിലൊക്കെ രക്ഷപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും എളുപ്പ വഴിയുണ്ടോ നബിയെ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, പരിശുദ്ധ ഖുർആനിലെ 3 ചെറിയ ആയത്ത് ആര് എല്ലാ ദിവസവും ഓതുന്നുണ്ടോ, ആര് ദുആഇന്റെ സമയത്ത് ഓതുന്നുണ്ടോ, അവൻ നാളെ പരലോകത്ത് രക്ഷപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ 3 ആയത്ത് ഓതിയ അവന്റെ പരലോകം അള്ളാഹു രക്ഷപ്പെടുത്തി കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അള്ളാഹു ഓതാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഓതിക്കൂടെ? ഒരു 3 ആയത്ത് ഓതിക്കൂടെ? നിങ്ങൾക്ക് അറിയണ ആയത്താ മനുഷ്യന്മാരെ, പേടിക്കണ്ട, എല്ലാവർക്കും അറിയുന്ന 3 ആയത്ത് ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? ഓതാന്ന് നിയ്യത്ത് ചെയ്യുന്ന വരുന്ന കൈവക്കി പറഞ്ഞുതരട്ടെ. ആ 3 ആയത്തങ്ങ് പറഞ്ഞുതരട്ടെ. വേണോ? വേണം. 11:30 വരെ ഇരിക്കണം. എത്ര വരെ? 11:30 വരെ അവിടെ ഇരിക്കുക. ആവശ്യമുള്ളവൻ ഇരിക്കും, അല്ലാത്തവൻ പോയിട്ടുണ്ടാവും. ആവശ്യമുള്ളവരിയ്ക്കുക, അല്ലാത്തവർ വീട്. ഉസ്താദെ, പരലോകമൊക്കെ നാളെയല്ലേ, ഞാൻ വീട്ടിൽ പോകാം. വീടെത്തിയ വലിയ കാര്യം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാത്ത, ഒരു മനുഷ്യനും സഹായിക്കാത്ത, പെറ്റ ഉമ്മ പോലും കണ്ട പരിചയം കാണിക്കാത്ത ആ പരലോകത്തെ രക്ഷപ്പെട്ടുകൊണ്ട് പടച്ചുറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലേക്ക് വിചാരണയില്ലാതെ കടന്നു പോകുന്ന വിഭാഗമാരാ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ. ഈ പറയുന്ന കാര്യങ്ങൾ നിസാരമായി തള്ളിക്കളയേണ്ട കാര്യമല്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നീ എപ്പോഴും പറയും ഉസ്താദേ പ്രസവത്തിന് മരണവേദനയാണെന്ന്, പ്രസവത്തിന് മരണവേദനയാണെന്ന് പറയുന്ന പെങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, ആയിഷ, നാളെ പടച്ചറപ്പിന്റെ പരലോകത്തെങ്ങാനും ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ അവള് പ്രസവിക്കുന്ന വേദന അറിയില്ല ആയിഷ. അന്നൊരു ഗർഭിണി എങ്ങാനും അവിടെ നിന്ന് പ്രസവിച്ചു പോയാ അറിയില്ല പെങ്ങള്, ആ വേദന പോലും അവൾ അറിയില്ല. പാല് കൊടുക്കുന്ന ചോരക്കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് തന്റെ ഉമ്മയോടുന്ന ദിവസവാ. അല്ലാഹുവേ, അന്ന് തലച്ചോറ് മുഖത്തുകൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന ദിവസമാ.
ഒരുപാട് ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് തലച്ചോറിങ്ങനെ ഉരുകി മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന ദിവസമാ. ചെമ്പിന്റെ തറയിൽ നിന്ന് കാല് പൊള്ളുമ്പോ മക്കൾ അല്ലാഹുവിനോട് പറയുന്നു, നാഥാ എന്റെ ഉമ്മാനെ ഒന്നും മലത്തിക്കടത്തി തരുവോ റബ്ബേ, ഞാൻ എന്റെ ഉമ്മയുടെ നെഞ്ചത്ത് കയറി ഞാനെന്ന് നിൽക്കട്ടെ അല്ലാ എന്ന് മക്കള് പറയുന്ന ദിവസം സ്വന്തം വാപ്പയെ കാണിച്ചിട്ട് നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന മലക്കുണ്ടല്ലോ, കരഞ്ഞു വിളിച്ചുകൊണ്ട് പടച്ചറപ്പിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ. അല്ലാ വഇദാ റഅതഹും മിൻ മകാനിൻ ബഈദ് സമിഉ ലഹാ തഗയ്യുളൻ വസഫീറാ. 70,000 ചങ്ങലകളിൽ നരകത്തിന്റെ ഒരു ഭാഗത്തെ ബന്ധിപ്പിക്കുകയാ. പടച്ചവനെ, ഒരു ചങ്ങലയിൽ 70,000 മലക്കുകൾ. ആ ഒരു ചങ്ങലയിലെ ഒരു കൊളുത്ത് ഈ പ്രപഞ്ചത്തിനേക്കാളും വലുതാണ്. വലിയ ചങ്ങലയിൽ അല്ലാഹുവിന്റെ നരകത്തെ വലിച്ചു കൊണ്ട് വരുന്ന കാഴ്ച കാണുമ്പോ മക്കള് റബ്ബിനോട് പറയുന്നു, നാഥാ എന്റെ വാപ്പയുടെ നന്മ മുഴുവനും എടുത്ത് എനിക്ക് തന്നിട്ട് എന്റെ പാപം എന്റെ വാപ്പാന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് ഈ മനുഷ്യനെ നരകത്തിൽ വലിച്ചെറിയല്ലാ, എനിക്ക് സ്വർഗം തരണേ എന്ന് മക്കള് സ്വാർത്ഥരാകുന്ന ദിവസം അല്ലാഹുവിന്റെ കോടതിയിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോ വിചാരണയില്ലാതെ റബ്ബിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒന്നാമത്തെ വിഭാഗമാരെന്നറിയുവോ? സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന ഒന്നാമത്തെ വിഭാഗമാരെന്നറിയുവോ? അല്ലാഹു ഒരു പരീക്ഷണം കൊടുക്കുമ്പോ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒന്നിന് പുറകെ ഒന്നൊന്നായി പേമാരി പോലെ നിന്റെ ജീവിതത്തിലേക്ക് പ്രയാസങ്ങൾ കടന്നു വരുമ്പോ ഇതെല്ലാം അല്ലാഹുവിന്റെ തീരുമാനമോ, ഇതെല്ലാം അല്ലാഹുവിന്റെ തീരുമാനമോ എന്ന് കരുതിയിട്ട് ക്ഷമിക്കുന്നവനുണ്ടല്ലോ, അല്ലാഹുവിനെ കുറ്റപ്പെടുത്താത്തവനുണ്ടല്ലോ. വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. അവൻ വിചാരണയില്ലാതെ, അവൻ നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ജീവിതത്തിലെ ദുഃഖങ്ങളും വേദനകളും കടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പടച്ചവരെ ജീവിതത്തിലെ ദുഃഖങ്ങൾ മാത്രം ഇങ്ങനെ കടന്നു വരുമ്പോ അത് അല്ലാഹുവിന്റെ തീരുമാനമാണ് വാപ്പാ. എല്ലാം നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന് 3 മാസം പ്രായമായപ്പോ അല്ലാഹു എഴുതി വെച്ചതാ നടക്കുന്നതെന്നുള്ള ചിന്ത നിനക്ക് വേണം. അല്ലാഹുവേ, ഇത് പടച്ചവന്റെ പരീക്ഷണമാണെന്ന് കരുതിയിട്ട് ക്ഷമിക്കുന്നവനുണ്ടല്ലോ, അവൻ നാളെ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് പ്രവാചകൻ പറയുമ്പോ നമുക്ക് ക്ഷമിക്കാൻ മനസ്സില്ലല്ലോ. ജീവിതത്തിലെ ദുഃഖങ്ങളും രോഗങ്ങളും കടങ്ങളും കച്ചവടത്തിലെ നഷ്ടങ്ങളും കടന്നു വരുമ്പോ അല്ലാഹുവേ പരാതിയാട്. ഉസ്താദേ, തഹജ്ജുദ് നിസ്കരിക്കുന്നവനോ, പള്ളിക്ക് ലക്ഷങ്ങൾ കൊടുത്തവനോ, അതാ പാപങ്ങളെ സഹായിക്കുന്നവനോ, അല്ലാഹുവേ സുന്നത്ത് നോമ്പ് പിടിക്കുന്നവളാണ്, എനിക്ക് പടച്ചവൻ ഇങ്ങനെ എന്നോട് ചെയ്തല്ലോ എന്ന് പരാതി പറയുന്ന മുസ്ലിമേ, ചിലര് പറയാറുണ്ട് അല്ലാഹ്ക്ക് എന്നോട് എന്തോ ദേഷ്യമാ, എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാ പടച്ചവൻ എന്നെ പരീക്ഷിക്കുന്നത് എന്ന് പറയുന്ന സഹോദരാ, പെങ്ങളെ, ഒരിക്കലും നിന്റെ നാവ് കൊണ്ടങ്ങനെ പറയല്ലോ. അല്ലാഹ്ക്ക് നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലോ, അല്ലാഹുവിന് നിന്നെ വെറുപ്പായത് കൊണ്ടല്ല, അല്ലാഹു നിന്നെ ഒരുപാട് കണ്ണുനീര് കുടിപ്പിക്കുന്നത്. അല്ലാഹു നിന്നെ കണ്ണുനീര് കുടിപ്പിക്കുന്നതിന്റെ കാരണം അല്ലാഹ്ക്ക് നിന്നെ ഇഷ്ടമായത് കൊണ്ടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന് നിന്നോട് വെറുപ്പായത് കൊണ്ടല്ല പടച്ചവൻ നിനക്ക് വേദനകൾ തരുന്നത്. നീ 5 നേരം നിസ്കരിക്കുന്നവനാ, ഖുർആൻ ഓതുന്നവനാ, കഴിവിന്റെ പരമാവധി സദഖ കൊടുക്കുന്നവനോ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവനോ, എന്നിട്ടും അല്ലാഹു നിനക്ക് ദുഃഖം തരുന്നെങ്കിൽ അത് വെറുപ്പുള്ളത് കൊണ്ടല്ലോ, ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇന്ന അശദ്ദന്നാസി ബലാഗാ അൽ അംബിയാ. അല്ലാഹു ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് ആരെയെന്നറിയുമോ? അല്ലാഹു ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് കള്ളു കുടിച്ചവന്മാരെയല്ലോ, വ്യഭിചരിച്ചവരെയല്ലോ, പലിശ തിന്നവരെയല്ലോ, നിസ്കരിക്കാത്തവനെയല്ലോ, കാഫിരീങ്ങളെയല്ലോ. അല്ലാഹു ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് ആരെയെന്നറിയുമോ? ആദം നബി മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള 1,24,000 പരം വരുന്ന അംബിയാ മുർസലീങ്ങളുണ്ടല്ലോ, അവരെയാണ് അല്ലാഹു ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത്. ഈ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിച്ചതാരെന്നറിയോ? മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. അല്ലാഹുവിന് വെറുപ്പുള്ളത് കൊണ്ടാണോ? അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ? ജനിക്കുന്നതിന് മുമ്പേ വാപ്പ പോയല്ലോ, തന്റെ വാപ്പാന്റെ മുഖം അല്ലാഹുവിന്റെ റസൂല് കണ്ടില്ലല്ലോ. കണ്ട് കൊതി തീരുന്നതിന് മുമ്പേ ഉമ്മ പോയല്ലോ. അല്ലാഹുവേ താങ്ങും തണലുമായി നിന്നവര് ഓരോന്നായി ജീവിതത്തിൽ നിന്ന് വിട്ടു പിരിയുന്ന കാഴ്ചയായിരുന്നല്ലോ. എന്റെ പ്രിയമുള്ളവരെ, വല്ലാത്ത പീഡനമായിരുന്നല്ലോ. 3 വർഷത്തോളം വൃക്ഷത്തിന്റെ ഇല പറിച്ച് കടിച്ചിട്ട് കടന്നല്ലോ ലോകത്തിന്റെ നേതാവ്. എന്ത് ദുരിതമായിരുന്നു, എന്ത് പ്രയാസമായിരുന്നു. അനുചരന്മാര് മുഴുവനും വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിക്കെട്ട് നടക്കുമ്പോ ഈ 2 കല്ല് വയറ്റത്ത് വെച്ച് കെട്ടിക്കെട്ട് നടന്ന പ്രവാചകനോ, തന്റെ വീടിന്റെ അകത്ത് കഴിക്കാ ഭക്ഷണമില്ലോ, കുടിക്കാ വെള്ളമില്ലോ, ധരിക്കാ വസ്ത്രമില്ലോ. മരിക്കുന്നതിന്റെ തലേ ദിവസം പോലും തന്റെ വീടിന്റെ അകത്ത് വിളക്ക് കത്തിക്കാൻ എണ്ണയില്ലായിരുന്നു. വഫാത്താകുമ്പോ തന്റെ പടയെങ്കിൽ പടയമായിരുന്നു. എന്റെ പ്രിയമുള്ള സഹോദരാ, അല്ലാഹുവിന്റെ പ്രവാചകനെയാണ് പടച്ച റബ്ബ് ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത്. സ്നേഹം കൂടിയത് കൊണ്ടാ, അല്ലാഹുവിന് സ്നേഹം കൂടിയത് കൊണ്ടോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, ചില അടിമകൾക്ക് അല്ലാഹുവിന്റെ സ്വർഗം നിർബന്ധമോ, ചില അടിമകൾക്ക് അല്ലാഹുവിന്റെ സ്വർഗം നിർബന്ധമോ. പക്ഷേ കയ്യിൽ അമലുകളില്ല, ഒരുപാട് സൽക്കർമ്മങ്ങളില്ല, സ്വർഗത്തിൽ പോകാൻ ജീവിതത്തിൽ ഒന്നും ചെയ്തു വെച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാ സ്വർഗം കൊടുക്കുക? അല്ലാഹു ആ മനുഷ്യന് ചില പരീക്ഷണങ്ങൾ കൊടുത്തിട്ട്, മാരക രോഗങ്ങൾ കൊടുത്തിട്ട്, ക്യാൻസർ കൊടുത്തിട്ട്, ട്യൂമർ കൊടുത്തിട്ട്, കിഡ്നി തകർത്തിട്ട്, അതാ ശരീരം തളർത്തിയിട്ട് കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന ഒരവസ്ഥയിലെത്തിക്കുകയാ. അല്ലാ, എന്നിട്ടാ ശമിച്ചതിന് പകരം അല്ലാഹു സ്വർഗം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, എല്ലാ പരീക്ഷണമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ 6 മക്കളെയല്ലേ കബറടക്കിയത്. സ്വന്തം മക്കളുടെ മയ്യത്തിന്റെ മുകളിൽ പിടിമണ്ണ് വാരിയെറിഞ്ഞ വാപ്പയാട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ പ്രവാചകൻ അല്ലാഹു ഒരുപാട് പരീക്ഷിച്ചു. എല്ലാ സ്നേഹ കൂടുതൽ കൊണ്ടാ തിരിച്ചറിയാ കഴിയണം വാപ്പോ, മനസ്സിലാക്കാ കഴിയണം പെങ്ങള്. പരാതി പറഞ്ഞുകൊണ്ട് നടക്കല്ലേ പൊന്നുമോള്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നിട്ട് പറയുന്നു, നബിയേ, ശത്രുക്കൾ എന്റെ പച്ചയിറച്ചി കരിച്ചു നബിയേ.
തീക്കകത്തിട്ട് കത്തിച്ചിരിക്കുകയാണ്. പച്ചയിറച്ചി കരിഞ്ഞ ശരീരം കൊണ്ട് വന്ന് ലോകത്തിന്റെ നേതാവിന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് പറയുകയാ, അള്ളാന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയുവോ? നിങ്ങളുടെ മുൻഗാമികളുടെ അവസ്ഥ എന്തായിരുന്നെന്നറിയുവോ? ഒരു വലിയ കുഴിക്കകത്ത് ഇറക്കി നിർത്തുകയാണ്. തലയുടെ മുകളിൽ ഏർച്ചവാള് വെച്ചിട്ട് അവരോട് ചോദിക്കും, ഇസ്ലാമിൽ നിന്ന് മടങ്ങി വരുന്നു ഇല്ലെന്ന് പറയുമ്പോ പേപ്പർ മുറിക്കുന്നത് പോലെ തലയുടെ ഉച്ചയിൽ ഇങ്ങനെ ഈർച്ചവാള് വെച്ചിട്ട് അവിടുന്ന് രണ്ടായിട്ട് മുറിച്ച് കളയുമായിരുന്നു സ്വഹാബ. അല്ലാഹുവേ, എന്നിട്ട് പ്രവാചകൻ നമ്മളോട് ചോദിക്കുകയാ, അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോ അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുന്നവര്, അള്ളാഹുവോട് പരാതി പറയുന്നവര്, നാട്ടുകാരോട് ആവലാതി പറഞ്ഞുകൊണ്ട് നടക്കുന്നവര്, അള്ളാഹുവിന്റെ റസൂല് ചോദിക്കുകയാ, അള്ളാഹു ചോദിക്കുകയാ, എടാ സ്വർഗം വെറുതെ കിട്ടുമെന്ന് നീ കരുതുന്നുണ്ടോ? അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, അതങ്ങ് ഓസിന് കിട്ടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അള്ളാഹു പറയുകയാ, ഫലമ്മാ യഅതികും മസലുല്ലദീന ഖലവൂ മിൻ ഖബ്ലികും, നിന്റെ മുൻഗാമികൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും എല്ലാം നീയും അനുഭവിക്കാതെ നിനക്ക് അല്ലാഹുവിന്റെ സ്വർഗം കിട്ടില്ലെന്ന് ഖുർആൻ പറയുമ്പോ അല്ലാഹു തന്നെ പറയുകയാ, ഞാൻ ഇഷ്ടപ്പെട്ട അടിമകൾക്ക് അല്ലാഹു കൊടുക്കുന്ന പരീക്ഷണം എന്തെന്നറിയുമോ? പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കൂ. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാൽ വൽ അൻഫുസി വസ്സമറാത്ത് വബശിരി സ്വാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു കൊടുക്കുന്ന പരീക്ഷണം, അവൻ അല്ലാഹു ഭയം കൊടുക്കുകയോ, അവന് പട്ടിണി കൊടുക്കുകയോ, അവന്റെ സമ്പത്ത് നഷ്ടപ്പെടുത്തുകയോ, അവൻ അല്ലാഹു രോഗം കൊടുക്കുകയോ, അവന്റെ കച്ചവടം അല്ലാഹു നശിപ്പിക്കുകയോ, എന്തിനവന്റെ മക്കളുടെ മയ്യത്ത് അവനെ കൊണ്ട് തന്നെ കബറടപ്പിക്കുകയോ, ഇതെല്ലാം അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു കൊടുക്കുന്ന പരീക്ഷണമാണെന്ന് ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ, കുറ്റം പറയില്ലേ, പരാതി പറയില്ലേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് ജീവിതത്തിന്റെ പ്രയാസങ്ങളെ കുറിച്ച് പരാതി പറയുന്നവരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ ഒരു പ്രവാചകന്റെ കഥ പറഞ്ഞു കൊടുക്കും. തന്റെ മുന്നിൽ വന്ന് അപരാധി പറയുന്നവരോട് എന്റെ മുന്നിൽ വന്നിട്ട് രോഗങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ പ്രയാസങ്ങളെ കുറിച്ച് കടങ്ങളെ കുറിച്ച് ദുഃഖങ്ങളെ കുറിച്ച് പറയുന്നവർക്ക് അല്ലാഹു ഒരു പ്രവാചകന്റെ, അല്ലാഹുവിന്റെ റസൂല് ഒരു പ്രവാചകന്റെ ചരിത്രം പറഞ്ഞു കൊടുക്കും. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന ഒന്നാമത്തെ വിഭാഗം, അല്ലാഹു എന്ത് പ്രയാസം കൊടുത്താലും അത് അല്ലാഹുവിന്റെ തീരുമാനമാണ് എന്ന് കരുതിയിട്ട് ക്ഷമിക്കുന്നവൻ, അവൻ നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ അങ്ങനല്ല, നമുക്കങ്ങനെ ഒരു സ്വഭാവം ഇല്ല. ജീവിതത്തിൽ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും, കച്ചവടമൊക്കെ തകർന്നു, മക്കളൊക്കെ മരണപ്പെടുന്നു, രോഗങ്ങളായി, അപ്പോൾ പറയാം ആരോ മുട്ട കുഴിച്ചിട്ട് കൂടോത്രം ചെയ്ത് വെച്ചിരിക്കുക, അതുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കണേ. നമ്മൾ വിചാരിക്കുന്ന ആരോ വീട് അല്ലോ മുട്ട കുഴിച്ചിട്ടുണ്ടോ, വെറ്റില കിട്ടുന്നുണ്ടോ, തകിട് കിട്ടുന്നുണ്ടോ, അല്ല, ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത. ഇത് ഉണ്ടോ ഇല്ലേ അതൊന്നും ഞാൻ പറയുന്നില്ല. അത് ഉണ്ടോ ഇല്ലേ എന്നൊന്നുമല്ല വിഷയം. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ ഉമ്മാൻ്റെ വയറ്റിൽ കിടന്നപ്പോൾ ഒരു മലക്ക് വന്നിട്ട് എഴുതി വെച്ചിട്ടുണ്ട് മരിക്കുന്ന വരെയുള്ള സർവ്വകാര്യങ്ങളും. അതിലെ ചില കാര്യങ്ങൾക്ക് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താൻ പറ്റൂ. ബാക്കിയെല്ലാം അള്ളാഹു തീരുമാനിച്ചു വെച്ചിരിക്കുന്നതാ, ഞാൻ അനുഭവിക്കുക തന്നെ വേണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹിക്ക് നിന്നോട് വെറുപ്പുള്ളത് കൊണ്ടൊന്നുമല്ല, സ്നേഹം കൂടിയത് കൊണ്ടാണ്. 5 നേരം നിസ്കരിക്കുന്ന മനുഷ്യൻ അള്ളാഹു ക്യാൻസർ രോഗം വരണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഈ സദസ്സിൽ? ഉണ്ടോ? ക്യാൻസർ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? പറ മനുഷ്യന്മാരുണ്ടോ? ഇല്ല. ഞാനും ദുആ ചെയ്യും, നിങ്ങൾ ദുആ ചെയ്യും, അള്ളാഹുവേ ഇത് വരരുതെന്ന്. എങ്കിൽ നാളെ ക്യാൻസർ രോഗിക്ക് അള്ളാഹു പരലോകത്ത് വെച്ച് കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോൾ
ഈ വരാത്തവൻ പറയുവത്രേ, എനിക്കിത് വന്നില്ലല്ലോ എന്ന് ഖേദിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. കാരണമെന്തേ 6 രീതിയിൽ മരിക്കുന്നവർക്ക് ഷഹീദിന്റെ കൂലിയുണ്ടെന്ന്. അപ്പൊ ക്യാൻസർ, ഉദരരോഗം, വയറിന്റെ അകത്ത് വരുന്ന രോഗങ്ങൾ കാരണം മരണപ്പെടുന്നവൻ, അപ്പം നിസ്കരിക്കുന്ന അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ക്യാൻസർ പോലെയുള്ള രോഗം വന്ന് മരണപ്പെട്ട അവന് ഷഹീദിന്റെ കൂലിയാ. നാളെ ശുഹദാക്കളുടെ കൂടെ വിടുന്നത് കാണുമ്പോൾ ഇത് വരാത്തവൻ പറയത്ര, എനിക്ക് വന്നില്ലല്ലോ എന്ന്. അള്ളാഹു നമുക്ക് ഈ മധുരമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹു എന്തെങ്കിലും ഒരു നടുവേദന വന്നാൽ പരാതി, ഒരു തലവേദന വന്നാൽ പരാതി, എന്തും പരാതി. എപ്പോഴിങ്ങനെ മുഖത്ത് എഴുതി വെച്ചേക്കണ പോലെ രോഗം. ഞാനൊരു രോഗിയാണെന്ന് കാണുന്നവർ തന്നെ മനസ്സിലാവുന്ന രീതിയിൽ ഇങ്ങനെ എന്നിട്ടോ എല്ലാം ക്ഷമിക്കുകയും ചെയ്യും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പഠിക്കാൻ ഒരു പ്രവാചകന്റെ ചരിത്രം പറഞ്ഞു തരികയാ. ഏത് പ്രവാചകനെന്നറിയുവോ? മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം. സമയം കിട്ടുമ്പോ വായിച്ചു നോക്കണം ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം വായിച്ചു നോക്കണം പെങ്ങള്. പഠിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട്, പഠിക്കാൻ ഒരുപാട് ഗുണപാഠമുണ്ട്. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെയും തന്റെ പ്രിയപ്പെട്ട ഭാര്യ റഹ്മത്ത് ബീബി റളിയല്ലാഹു തആല അൻഹ വായിച്ചു നോക്കിയിട്ട് അതുപോലെ ഒരു പെണ്ണാകാ പഠിക്കു പൊന്നുമോള്. അല്ലാഹുവേ, രോഗം പിടിച്ച് തളർന്നു കിടക്കുന്ന ഭർത്താവിനെ കളഞ്ഞിട്ട് കാമുകന്റെ കൂടെ ഒളിച്ചോടുന്ന പെൺകുട്ടികളുടെ കാലവാ. അല്ലാഹുവേ, ഭർത്താവിന്റെ കഴുത്തിറക്കുന്ന പെണ്ണുങ്ങളുടെ കാലവാ. രോഗിയായ വലിച്ചെറിഞ്ഞിട്ട് കാമുകനെ വീടിന്റെ അകത്ത് വിളിച്ചു കയറ്റുന്ന പെണ്ണുങ്ങളുടെ കാലവാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, റഹ്മത്ത് ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രമെന്ന് വായിച്ചു നോക്ക് പെങ്ങള്. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം സുഖ ആഡംബരങ്ങൾക്ക് നടുവിൽ ജീവിച്ച പ്രവാചകരോ, അല്ലാഹു എല്ലാ അനുഗ്രഹങ്ങളും വാരിക്കോരി കൊടുത്ത പ്രവാചകരോ. പടച്ചവര് 81 വർഷക്കാലം സുഖ ആഡംബരങ്ങൾക്ക് നടുവില് കൊട്ടാരത്തില് അല്ലാഹുവേ, പട്ടിണി എന്താണ്, പരിപട്ടം എന്താണ്, പ്രയാസം എന്താണ്, വേദന എന്താണ്, ഒരിക്കലും അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അറിയില്ലായിരുന്നു. പടച്ചവനെ, എന്നിട്ടും അല്ലാഹുവിനെ നന്ദി കാണിച്ച് ജീവിച്ച പ്രവാചകരാ. മലക്കുകൾ അയ്യൂബ് നബിയെ കുറിച്ച് എപ്പോഴും പറയുന്നത് കേൾക്കുമ്പോ ഇബ്ലീസിന് വല്ലാത്ത അസൂയ തോന്നി. അല്ലാഹുവിന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, അയ്യൂബിന് അനുഗ്രഹങ്ങൾ കൊടുത്തത് കൊണ്ടാണ് നിനക്ക് നന്ദി രേഖപ്പെടുത്തുന്നത്. എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുത്താ അയ്യൂബ് നിന്നെ മറക്കുമല്ലാ. അല്ല പോലും പറഞ്ഞു, ഇല്ലടാ ഇബ്ലീസ്, എടാ ശപിക്കപ്പെട്ടവരെ, എന്റെ അയ്യൂബ് എന്നെ മറക്കൂല. ഇബ്ലീസ് പറഞ്ഞു, ഇല്ല തമ്പുരാര്, നീ കൊടുത്തു നോക്ക് തമ്പുരാര്. ഇബ്ലീസ് അവിടെന്ന് പറയുമ്പോ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു ഒരു പരീക്ഷണം കൊടുക്കുകയാണ്. അല്ലാഹു അവിടെന്ന് പരീക്ഷണം കൊടുക്കുകയാ. അയ്യൂബ് നബി അവസാനം തന്റെ കൊട്ടാരം വിട്ടു ഒറ്റയ്ക്ക് വീട് വെച്ച് താമസിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, എല്ലാം നഷ്ടപ്പെട്ടു. ഒരൊറ്റ രാവ് വെളുത്തപ്പോ അയ്യൂബ് നബിയുടെ സർവ്വതും നഷ്ടപ്പെട്ടു പോയി. ഇന്നലത്തെ കോടീശ്വരൻ ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ ഒന്നുമില്ലോ. എല്ലാം അയ്യൂബ് നബിയുടെ സർവ്വതും നഷ്ടപ്പെട്ടു പോയി. ആ സമയത്തും അയ്യൂബ് നബി പറഞ്ഞതെന്തെന്നറിയോ? ഇബ്ലീസ് മുന്നിൽ വന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, എല്ലാം അല്ലാഹു തന്നു, അവൻ തന്നെ തിരിച്ചെടുത്തു. അയ്യൂബ് നബി പരാതി പറഞ്ഞില്ലോ. എന്നിട്ട് അയ്യൂബ് നബിക്ക് അല്ലാഹു ലോകത്തൊരാൾക്കും കൊടുക്കാത്ത ഒരു രോഗം കൊടുത്തു. സുബ്ഹാനല്ലാഹ്, ഭയാനകമായ ഒരു രോഗമാണ് കൊടുത്തത്. പടച്ചവൻ അവിടുത്തെ ശരീരത്തിന്റെ തോലുകൾ ഇങ്ങനെ പൊങ്ങുകയാണ്, പഴുത്തു പൊട്ടുകയാണ്, അതിലൂടെ ചലങ്ങളൊലിക്കുകയാണ്. വല്ലാത്ത ദുർഗന്ധമാണ്. ഒരാള് പോലും അടുത്ത് വരുന്നില്ല, ഒരാള് പോലും അടുത്ത് വരുന്നില്ല. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ രോഗം പടരുമെന്ന് ഇബ്ലീസ് പറഞ്ഞ് പരത്തുകയാ. അവസാനം ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ ആട്ടിയിറക്കുകയാണ്. ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് പുറത്താക്കി. ഒരാളും കൂടെയില്ലോ. കുടുംബക്കാര് മുഴുവനും കൈയൊഴിഞ്ഞപ്പോ റഹ്മത്ത് ബീബി റളിയല്ലാഹു തആല അൻഹ പ്രിയപ്പെട്ട ഭാര്യ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, നബിയേ, ഞാനുണ്ട് നബിയേ,
നബിയേ, ഞാനുണ്ട് നബിയേ. അല്ലാഹുവേ, മഹാനായ അയ്യൂബ് നബിയുടെ കയ്യിൽ പിടിച്ചു നടക്കുകയാ. രോഗം വരുമ്പോ, നടുവേദന വരുമ്പോ, തലവേദന വരുമ്പോ, കാലിന്റെ മുട്ടിന് വേദന എടുക്കുമ്പോ പരാതി പറയുന്ന വാപ്പമാരെ, റഹ്മത്ത് ബീബി റളിയല്ലാഹു തആല അൻഹ അയ്യൂബ് നബി അലൈഹിസ്സലാമിന് പടച്ചറപ്പ് രോഗം കൊടുത്തിട്ട് ഓരോ ദിവസം കഴിയുമ്പോഴും രോഗങ്ങൾ ഇങ്ങനെ അതാ കൂടുകയാണ്. അവിടുത്തെ മാംസങ്ങൾ ഇങ്ങനെ താഴെ വീഴുകയോ, എല്ലുകൾ വെളിയിൽ കാണുകയോ, നടക്കാമയ്യാ, ഇരിക്കാമയ്യോ. അല്ലാ, റഹ്മത്ത് ബീബി റളിയല്ലാഹു തആല അൻഹ അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ ചുമന്നുകൊണ്ട് നടക്കുകയാ. കൊച്ചു കുഞ്ഞുങ്ങളെ ചുമന്നുകൊണ്ട് നടക്കുന്നത് പോലെ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട ഭാര്യ അതാ ഒരുമ്മ 10 മാസമാണ് കുഞ്ഞിനെ ചുമക്കുന്നത്. ഒരുമ്മ 10 മാസമാണ് കുഞ്ഞിനെ ചുമക്കുന്നത്. പക്ഷേ റഹ്മത്ത് ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ചുമന്നത് 18 കൊല്ലവാ. ചുമന്നുകൊണ്ട് നടന്നു പെങ്ങള്. രോഗം പിടിച്ചപ്പോ കളഞ്ഞിട്ട് പോയില്ല, കണ്ടവന്റെ കൂടെ പോയില്ല. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ മാതാ റഹ്മത്ത് ബീബി ചുമന്നുകൊണ്ട് നടക്കുകയാ. അവിടെ ഒരു ദിവസം നോക്കുമ്പോ അല്ലാഹുവേ, വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ റഹ്മത്ത് ബീബി റളിയല്ലാഹു തആല അൻഹ അയ്യൂബ് നബിയോട് ചോദിക്കുന്നു, നബിയേ, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണല്ലോ, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്തോ, നിങ്ങൾ ചോദിക്കുന്ന കാര്യം അല്ലാഹു തരുമല്ലോ, ഈ രോഗമൊന്ന് ശിഫയാക്കി തരാൻ ദുആ ചെയ്തുകൂടെ? അയ്യൂബ് നബിയുടെ ഭാര്യ പറയുമ്പോ അയ്യൂബ് നബി കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, റഹ്മത്ത്, അല്ലാഹു എനിക്ക് ഒരുപാട് ആരോഗ്യം തന്നു, ഒരുപാട് സമ്പത്ത് തന്നു, ഭാര്യ മക്കളെ തന്നു, എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു എനിക്ക് വാരിക്കോരി തന്നു. എന്തിനാ അല്ലാ ഇതൊക്കെ എനിക്ക് തന്നതെന്ന് ഞാൻ ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് റബ്ബൊരു പരീക്ഷണം തന്നപ്പോ അല്ലാഹുവോട് പരാതി പറയാൻ എനിക്ക് വയ്യ. എന്നെ നോക്കി നീ മടുത്തെങ്കിൽ എന്നെ കളഞ്ഞിട്ട് പൊക്കോ റഹ്മത്ത്. ഞാൻ അല്ലാഹുവോട് പറയൂല, ഞാൻ അല്ലാഹുവോട് പറയൂല. 18 കൊല്ലം നടന്നു വാപ്പാ, 18 വർഷം നടന്നു. എന്നിട്ടൊരിക്കൽ പോലും അല്ലാ എന്റെ രോഗമൊന്ന് ശിഫയാക്കി താ അല്ലാ, ഒരിക്കൽ പോലും ദുആ ചെയ്തില്ല. എല്ലാ ദിവസവും ശൈത്താന് കടന്നു വരും. അയ്യൂബ് നബി പരാജയപ്പെടുന്നുണ്ടോ? പടച്ചവനെ, അവസാനം പിരിഞ്ഞു പോകും. അവസാനം ഒരു ദിവസം നോക്കുമ്പോ അയ്യൂബ് നബി തന്റെ കരങ്ങൾ ഇങ്ങനെ ഉയർത്തുകയാണ്. തളർന്നു കിടക്കുന്ന രോഗം പിടിച്ച കൈ ഇങ്ങനെ ഉയർത്തുകയാണ്. ഇബ്ലീസിന് വല്ലാത്ത സന്തോഷമായി. അടുത്തു ചെല്ലുമ്പോ അയ്യൂബ് നബി അല്ലാഹുവോട് പറയുന്നത് എന്തെന്നറിയോ? നാദാ, എന്റെ വായിക്കകത്തൊക്കെ രോഗം വന്നിട്ട് എനിക്ക് ദിക്ർ പറയാൻ കഴിയുന്നില്ല റബ്ബേ, നിന്നെ സ്തുതിക്കാൻ കഴിയുന്നില്ല അല്ലാ. അതുകൊണ്ട് വഇന്നീ മസ്സനിയല്ലുറു അന്ത അർഹമുർ റാഹിബീൻ. രോഗം മാറ്റണമെന്നല്ല പറഞ്ഞത്, എനിക്ക് നിനക്ക് ദിക്ർ ചെയ്യാൻ കഴിയുന്നില്ലോ, ആ പ്രയാസമെങ്കിലും ഒന്ന് മാറ്റിത്താ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, അയ്യൂബ് നബി അലൈഹിസ്സലാം ഒന്ന് ദുആ പോലും ചെയ്യാൻ മനസ്സ് കാണിച്ചില്ലോ. അതുകൊണ്ട് നിനക്ക് പഠിക്കാറുള്ള ചരിത്രമോ, പാഠം ഉൾക്കൊള്ളാറുള്ള ചരിത്രമോ? അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലിരുപികളും തേനിരുപികളും കള്ളാറൊക്കെ ഒഴുകുന്ന പടച്ച റബ്ബിന്റെ ലഹും ജന്നാതുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. പാലിരുപികളും തേനിരുപികളും ഒഴുകുന്ന പടച്ചുറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗം വെറുതെ കിട്ടില്ല, കഷ്ടപ്പാടും പരിശ്രമത്തിലൂടെയോ അത് ലഭിക്കൂ എന്ന് ഖുർആൻ നമ്മളോട് പറഞ്ഞു തരുമ്പോ രോഗം വരുമ്പോ പരാതി പറയും.
പറയല്ലേ, കടം വരുമ്പോ പരാതി പറയല്ലേ, പട്ടിണി വരുമ്പോ പരാതി പറയല്ലേ, പണമില്ലാതെ വരുമ്പോ പ്രിയപ്പെട്ട പെങ്ങള് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 11 ഭാര്യമാരുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ സ്നേഹം ഖദീജയോടാണ്. ഏറ്റവും കൂടുതൽ സ്നേഹം ഖദീജയോടാ. അല്ലാഹുവേ, എന്ത് പറഞ്ഞാലും ഖദീജ മറ്റുള്ള ഭാര്യമാരോട് പറയും ഖദീജാനെ പോലെയാകണം. എന്റെ ഖദീജ എങ്ങനെയായിരുന്നു? എപ്പോഴും ഖദീജാനെ കുറിച്ചാണ് പറയുന്നത്. തനിക്കാരെങ്കിലും അല്പം ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്താ അതിന്റെ ഒരു വിഹിതം ഖദീജയുടെ കൂട്ടുകാരികൾക്ക് കൊടുക്കുമായിരുന്നു. അല്ലാ, അതിന്റെ കാരണം എന്തെന്നറിയോ? ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകൻ ഇത്രയ്ക്ക് സ്നേഹിക്കാറുള്ള കാരണം എന്താ? 40ാമത്തെ വയസ്സിൽ പ്രബോധനവുമായി കടന്നു ചെന്നപ്പോ ഖുറൈശികൾ അല്ലാഹുവിന്റെ റസൂലിനെ തല്ലുകയാണ്, പ്രവാചകനെ അവിടുന്ന് കളിയാക്കുകയാണ്. അവസാനം ഊരി വലക്കുമ്പോ ശൈബ് അബീ താലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവിലേക്ക് റസൂലുള്ള കടന്നു പോകാൻ തയ്യാറെടുക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖദീജ, മക്കളെയും കൂട്ടിയിട്ട് നീ വീട്ടിലേക്ക് പോ ഖദീജ. പറയാറുള്ള കാരണം എന്തെന്നറിയുവോ? മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ മകളായിരുന്നു ഖദീജ. പട്ടിണി എന്താണെന്നറിയില്ലോ, ദുരിതം എന്താണെന്നറിയില്ലോ, പ്രയാസം എന്താണെന്നറിയില്ലോ, സുഖാഡംബരങ്ങൾക്ക് നടുവിലൂടെ ജീവിച്ചവളാണ് ഖദീജ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ മക്കളെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോ. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, എന്നെ പറഞ്ഞു വിടല്ലേ നബിയേ, എന്നെ പറഞ്ഞു വിടല്ലേ നബിയേ. ജീവിക്കാനാണെങ്കിൽ ഒരുമിച്ചു, മരിക്കാനാണെങ്കിൽ ഒരുമിച്ചു. മരണം വരെ ഞാൻ കൂടെയുണ്ട് നബിയേ. പട്ടിണിയാണെങ്കിലും പണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, കഴിക്കാ ഭക്ഷണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, കടക്കാ വീടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ കൂടെയുണ്ട് നബിയേ. പെങ്ങളെ, അതുപോലെയാകണം പൊന്നുമോള്. അല്ലാഹു ഒരു പരീക്ഷണം തരുമ്പോ കുറ്റപ്പെടുത്തല്, പരാതി പറയല്. അല്ലാഹു നിനക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതോ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയോ, നാളെ വിചാരണയില്ലാതെ പടച്ചുറപ്പിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയോ? അല്ലാഹു ഒരു പരീക്ഷണം കൊടുക്കുമ്പോ ഇതെല്ലാം അല്ലാഹുവിന്റെ തീരുമാനമാണ്. കാരണം ഈമാൻ കാര്യത്തിൽ 6ാമത്തെ കാര്യം എന്തെന്നറിയുമോ? 2ാം ക്ലാസ് മുതൽ മദ്രസയിൽ പഠിക്കുന്നതല്ലേ. ഈമാൻ കാര്യങ്ങളിൽ 6ാമത്തെ കാര്യം എന്താ? വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. നന്മയും തിന്മയും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് വരുന്നതെന്ന് ആര് വിശ്വസിക്കുന്നുണ്ടോ അവനാണ് യഥാർത്ഥ വിശ്വാസി എന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, എല്ലാം അല്ലാഹുവിന്റെ പരീക്ഷണമാണ് എന്ന് കരുതിയിട്ട് ക്ഷമിച്ചാൽ അല്ലാഹു നിനക്ക് സ്വർഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ. മഴ പെയ്യുന്നുണ്ടോ? മഴ പെയ്യുന്നുണ്ടല്ലേ? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് പറ, അൽഹംദുലില്ലാഹ് പറ. എന്തേ മഴ പെയ്യുന്ന സമയത്ത് ദുആഇക്ക് ഇജാബത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മഴ പെയ്യുന്ന സമയത്ത് ദുആ ചെയ്താൽ സ്വീകരിക്കും. നമ്മൾ ഇന്ന് രാജാക്കന്മാരാ. അല്ലാഹു നമ്മുടെ സദസ്സിലെ ദുആ സ്വീകരിക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. 2 പെയ്ത നന്നായി, പുറത്തേക്കുന്നതിനുള്ള അകത്ത് കയറിയല്ലേ. പെയ്തത് നന്നായി, പുറത്തു നിന്നവരൊക്കെ മൈക്ക് സെറ്റുകാരന്മാർ കിടന്ന് ഓടുക, പാവപ്പെട്ടവന്മാര്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പൊ 2 പുറകിരിക്കുന്നവരും കൊണ്ട് അടുത്ത് നിന്നാൽ ഞാൻ ഇത്തിരി ശബ്ദം കുറയ്ക്കാം. പുറകെ നിൽക്കുന്നവരെ, അമീനെ നീ സ്ക്രീൻ ഇട്ടിട്ടുണ്ടില്ലേ? സ്ക്രീൻ ഇട്ടിട്ടുണ്ടോ? അതുകൊണ്ട് അങ്ങ് പോയിരിക്കണേ.
രണ്ട്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുന്ന രണ്ടാമത്തെ വിഭാഗമേതാ? സുമ്മ യഊദു ഫയുനാദിൽ മുനാദി അയ്യുല്ലദീന കാനത് തതജാഫാ ജുനൂബുഹും അനിൽ മളാജി വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, ആ വിചാരണയുടെ ഭയാനകമായ ദിവസത്തില് രക്ഷപ്പെട്ടുകൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന രണ്ടാമത്തെ വിഭാഗമാരോ? കരുനാഗപ്പള്ളിക്കാര് മുഴുവനും രാത്രി തന്റെ പുതപ്പിന്റെ കീഴിൽ കിടന്ന് ഉറങ്ങുമ്പോ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്ന വാപ്പാ, 2 റക്അത്ത് നിസ്കരിക്കുന്ന പെങ്ങള്, നാളെ വിചാരണയില്ലാതെ നീ സ്വർഗത്തിൽ കിടക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, പകല് പള്ളിയിൽ പോയി നിസ്കരിക്കാൻ എല്ലാവരെ കൊണ്ടും കഴിയും, പകല് പള്ളിയിൽ പോകാൻ ആരെ കൊണ്ട് വേണമെങ്കിലും പറ്റും, പക്ഷേ പാതിരാത്രി നിസ്കരിക്കാൻ എല്ലാവരെ കൊണ്ടും കഴിയില്ല. തന്റെ ചാരത്ത് കിടക്കുന്ന ഭാര്യയെ വിളിച്ചുണർത്തിയിട്ട് അവിടെ നിന്ന് തഹജ്ജുദ് നിസ്കരിപ്പിക്കാറ്, അല്ലെങ്കിൽ നീ എഴുന്നേറ്റ് പച്ചവെള്ളത്തിൽ ഉതുപെടുത്തിട്ട് പടച്ചറപ്പിനോട് ദുആ ചെയ്യാ, അവിടെ നിന്ന് നമസ്കരിക്കാൻ എല്ലാവരെ കൊണ്ടും കഴിയില്ല. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കേ കഴിയൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, തഹജ്ജുദ് നിസ്കരിക്കുന്ന ഏതെങ്കിലും ഒരു ചെറുപ്പക്കാർ, ഏതെങ്കിലും ഒരു വാപ്പയോ ഉമ്മയോ പെങ്ങളോ ഇവിടെ ഉണ്ടെങ്കിൽ സന്തോഷിക്ക് മുസ്ലിമേ, സന്തോഷിക്ക് മുസ്ലിമേ, നിന്നെ അല്ലാഹു സ്നേഹിക്കുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ജീവിതത്തിലെ പ്രയാസങ്ങൾ പറയുന്നവര്, ഉസ്താദേ എത്ര ദുആ ചെയ്തിട്ടും അല്ലാഹു എന്റെ ദുആ സ്വീകരിക്കുന്നില്ലോ, എനിക്കൊരു വീട് ഇതുവരെ കിട്ടിയില്ലോ, എനിക്ക് മക്കളെ കിട്ടിയില്ലോ, കച്ചവടം നഷ്ടത്തിലാണ്, എന്റെ ജീവിതം പ്രയാസത്തിലാണ് എന്ന് പറയുന്ന ചെറുപ്പക്കാരാ, ദുആ ചെയ്യുന്നാൽ സ്വീകരിക്കുന്ന, ചെയ്താ സ്വീകരിക്കുന്ന ഒരു സമയം പറഞ്ഞു തരട്ടെ. അല്ലാഹുവിനോട് എന്ത് ചോദിച്ചാലും അല്ലാഹു തരുന്ന ഒരു സമയം പറഞ്ഞു തരട്ടെ. പാതിരാത്രി എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുമോനെ, അല്ലാഹു നിന്റെ ദുആ സ്വീകരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്ത ചെറുപ്പക്കാരോ, കള്ളു കുടിക്കുന്നവരുണ്ട്, വ്യഭിചരിക്കുന്നവരുണ്ട്, പലിശ തിന്നുന്നവരുണ്ട്, അല്ലാഹുവിനെ മറന്നു നടക്കുന്നവരുണ്ട്, ഭാര്യ വഞ്ചിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്, ഭാര്യ വഞ്ചിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്, ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യമാരുണ്ട്, അല്ലാഹുവിനെ മറന്നു നടക്കുന്ന മനുഷ്യ, ഈ പാപമൊക്കെ എവിടെ കൊണ്ട് കഴുകിക്കളയാനാ എന്ന് ചോദിക്കുന്ന ചെറുപ്പക്കാരോ, ഉസ്താദേ എവിടെ കൊണ്ടാണ്? ഞാൻ കള്ളു കുടിക്കുന്നവനാണ് ഉസ്താദ്, ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം ഞാൻ കള്ളു കുടിച്ചിട്ടുണ്ട്, വ്യഭിചരിച്ചിട്ടുണ്ട്, ഇതൊക്കെ എവിടെ കൊണ്ട് കഴുകിക്കളയാരോ? പടച്ചവര്, കള്ളു കുടിച്ചിട്ട് വീടിന്റെ അകത്ത് കടന്നു ചെന്നിട്ട് ഉമ്മയെ തല്ലുന്ന മക്കളുടെ കാലവോ, പെറ്റ ഉമ്മ കരന്നുകൊണ്ട് വിളിച്ചു പറയുന്ന ഉസ്താദ്, എന്റെ പൊന്നുമോൻ എന്നെ തല്ലുന്ന ഉസ്താദ്, അവന്റെ വാപ്പയവന് ചീത്ത വിളിക്കുന്നു, എന്റെ പൊന്നുമോനൊന്ന് നന്നാകാ ദുആ ചെയ്യുവോ, എന്റെ പൊന്നുമകനൊന്ന് നന്നാകാ ദുആ ചെയ്യുവോ? പടച്ചവനെ, ഫേസ്ബുക്കില് കണ്ണുകുടിക്കുന്നവർക്കെതിരെ വാഴ്ന്നു പറഞ്ഞപ്പോ അതിന്റെ അടിയിൽ വന്ന കമന്റ്സുകളിൽ അല്ലാഹുവേ, പല ചെറുപ്പക്കാരെ കരഞ്ഞുകൊണ്ടെഴുതുന്നത്, ഉസ്താദേ വാപ്പ വീട്ടിൽ വന്നിട്ട് ഉമ്മാനെ പിടിച്ച് തല്ലുന്നത് കണ്ടിട്ട് സഹിക്കാ കഴിയുന്നില്ല ഉസ്താദ്. അല്ലാഹുവേ, കള്ളു കുടിക്കുന്നവനാ ഉസ്താദ്, നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്, എന്നെ കൊണ്ട് കഴിയുന്നില്ല, ദുആ ചെയ്യടേ എന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, കള്ളുകുടിയുമായി ബന്ധപ്പെട്ട ദുശീലങ്ങളൊക്കെ ഒഴിവാക്കണം ചെറുപ്പക്കാരോ. പടച്ചവരെ,
അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു സലാസുതുൻ ലാ യദ്ഖുലൂനൽ ജന്ന. കള്ളു കുടിക്കുന്നവൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു 3 വിഭാഗം സ്വർഗ്ഗത്തിൽ കിടക്കൂല. 3 വിഭാഗം സ്വർഗ്ഗത്തിൽ കിടക്കൂല. ആ 3 വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയുവോ? തന്റെ തൊണ്ടക്ക് കുടിക്ക് താഴ് കള്ളു കുടിക്കുന്നവനുണ്ടല്ലോ, ജീവിതത്തിലെ കള്ളു കുടിക്കുന്നവനുണ്ടല്ലോ, അവൻ അല്ലാഹുവിന്റെ സ്വർഗ്ഗമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ കഞ്ചാവടിക്കുന്ന ചെറുപ്പക്കാരോ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരോ, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരോ, മൻശരിബൽ ഖംറ നൂറുൽ ഈമാൻ, കള്ളു കുടിക്കുന്നവന്റെ ഈമാൻ അല്ലാഹു ഊരി മാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവൻ ഈമാനില്ലോ, അവന്റെ ഈമാൻ അല്ലാഹു ഊരി മാറ്റുകയാണ്. 40 ദിവസം ദുആയിക്ക് ഇജാബത്തില്ല, അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കില്ലോ. ആത്മാർത്ഥമായിട്ടുള്ള തൗബയല്ലാതെ 40 ദിവസം അവന്റെ ദുആഇന് ഇജാബത്തില്ല. പ്രവാചകൻ അവിടെന്ന് പറയുന്നു, മരിക്കാൻ കിടക്കുന്ന സമയത്ത് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ ആര് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നാൽ കള്ളുകുടിയാ നിന്റെ നാവ് പൊക്കിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ഖബറിന്റെ അകത്ത് പള്ളിയിൽ കൊണ്ടുപോയി നിന്നെ കുടിച്ചിട്ടിട്ട് എല്ലാവരും അവസാനം നിന്റെ തല പിടിച്ച് കിബിലയുടെ നേരെ തിരിച്ചു വെക്കുവല്ലോ, എന്നിട്ട് മണ്ണിട്ട് മൂടിയിട്ട് പിരിഞ്ഞു പോകുവല്ലോ. പോയി നോക്കടാ ചെറുപ്പക്കാരാ, കള്ളു കുടിച്ച് ചത്തുപോയവന്റെ ഖബർ മാന്തി നോക്ക്, അവന്റെ തല കിബിലയുടെ നേരെ കിടക്കൂല, അവന്റെ തല കിബിലയ്ക്ക് എതിരാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എങ്ങനെയാ വരുന്നതെന്നറിയുവോ? കള്ളു കുടിച്ച് നടക്കുന്നവൻ നാളെ പരലോകത്ത് വരുന്നത് എങ്ങനെയാ? റസൂലുള്ളാഹി പറയുന്നു, സഹാബാ പേപ്പട്ടിയുടെ കോലത്തിലാ. പേ പിടിച്ച പട്ടിയുണ്ടല്ലോ, നാവിങ്ങനെ താഴ്ത്തി പിടിച്ചിട്ട് ഈള ഒലിപ്പിച്ചിട്ട് വരുന്നത് പോലെ കള്ളുകുടിയും നാളെ പരലോകത്ത് വരുമ്പോ നെഞ്ചിന്റെ ഭാഗം വരെ നാക്കിങ്ങനെ നീണ്ടു കിടക്കുകയാ. വല്ലാത്ത ദുർഗന്ധമാ, പുഴുത്ത് നാറുകയാ. പേപ്പട്ടിയെ തല്ലിക്കൊല്ലാൻ ഓടിക്കുന്നത് പോലെ സബാലിയത്തിന്റെ മലക്കുകൾ അവനെ കൊണ്ടുവരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവൻ അല്ലാഹുവിന്റെ സ്വർഗ്ഗമില്ല, അവൻ അല്ലാഹുവിന്റെ സ്വർഗ്ഗമില്ല. കഞ്ചാവടിക്കുന്ന ചെറുപ്പക്കാരാ, സോളിൽ പിടിക്കുന്ന മക്കൾ വരെ മയക്കുമരുന്നിന്റെ അടിമകളാണ്. ചുണ്ടിന്റെ അടിയിലും നാവിന്റെ അടിയിലും മുറിവിനകത്തേക്ക് മയക്കുമരുന്ന് കയറ്റിവെക്കുന്ന യുവത്വേ, അല്ലാഹുവിന്റെ സ്വർഗ്ഗം നിനക്ക് കിട്ടൂലടാ. അല്ലാഹുവിന്റെ സ്വർഗ്ഗം നിനക്ക് കാണാനുള്ള യോഗ്യതയില്ലോ. നീ എവിടെയാണ് കിടക്കുന്നതെന്നറിയോ? നെഹ്റുൽ ഹിബാൽ, നരകത്തിന്റെ അടിത്തട്ടിൽ ഒരു നദിയുണ്ടടാ പൊന്നുമോര്. യാ റസൂലല്ലാഹ്, നെഹ്റുൽ ഹിബാൽ എന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ? സഹാബാ, നരകവാസികളുടെ ചലം ഒഴുകുന്ന നദിയാ. നരകവാസികളുടെ ചീഞ്ചലമുണ്ടല്ലോ, അത് ഒഴുകുന്ന നദിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഉമ്മമാരോട് അല്ലാഹുവേ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, അല്ലാഹുവേ മൻ ശരിബൽ ഖംറ ഫലാ തുസവ്വജൂ, കള്ളുകുടിയന് നിന്റെ മക്കളെ കെട്ടിച്ചു കൊടുക്കല്ലേ വാപ്പാ, നന്നാകൂല വാപ്പാ. ആയിഷ ബീബിയാണ് പറയുന്നത്, ആയിഷ ബീബിയാണ് പറയുന്നത്, മൻ ശരിബൽ ഖംറ ഫലാ തസവ്വജൂ, പോറ്റി വളർത്തിയ പൊന്നുമോള് കള്ളുകുടിയന്റെ കയ്യിൽ കൊടുക്കല്ലേ. വഇൻ മരിദാ ഫലാ തഊദൂ, ചാകാൻ കടന്നാ തിരിഞ്ഞു നോക്കല്ലേ. കള്ളു കുടിച്ച് കിടക്കുന്നവന് അവൻ കിടക്കുമ്പോഴും കള്ള
വെള്ളാണ് കുടിക്കുന്നത്. അവൻ തൗബ ചെയ്തിട്ടില്ലോ, അവൻ ചാകാൻ കിടക്കുമ്പോ, രോഗം പിടിച്ച് കിടക്കുമ്പോ അവന്റെ രോഗ സന്ദർശനം നടത്തല്ലേ. ഫലാ തുസല്ലി അലൈഹി, അവന്റെ മയ്യത്ത് നമസ്കരിക്കല്ലോ, അവന്റെ ജനാസയുടെ പുറകിൽ നടക്കല്ലോ, അവനെ മുസ്ലിമീങ്ങളെ അടക്കുന്നിടത്ത് അടുക്കല്ലേ, അവനോട് സലാം പറയല്ലേ, അവന് ഭക്ഷണം കൊടുക്കല്ലേ. കള്ളു കുടിക്കുന്നവനെ വീട്ടിൽ വിളിച്ചു കയറ്റിയിട്ട് വിളമ്പി കൊടുക്കുന്ന ചെറുപ്പക്കാരാ, റസൂലുള്ള പറയുകയാ, ഒരുരുള്ള ഭക്ഷണം കൊടുത്താ ഒരു നേരത്തെ ഭക്ഷണമല്ല, കള്ളു കുടിക്കുന്ന നിന്റെ കൂട്ടുകാരന് വിഭാഗത്തിന്റെ തലേ ദിവസം വീട്ടിൽ വിളിച്ചെടുത്തിയിട്ട് ഭക്ഷണം കൊടുത്താ, നിന്നെ 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ചോ, നിന്നെ പാല് തന്ന് പോറ്റി വളർത്തിയ നിന്റെ പെറ്റ തള്ളയുണ്ടല്ലോ, നിന്റെ പെറ്റുമ്മയുണ്ടല്ലോ, ആ ഉമ്മാനെ വ്യഭിചരിച്ചതിന് തുല്യവാടാ കള്ളുകുടിയനെ ഭക്ഷണം കൊടുക്കുന്നത്. അവന് പൈസ കൊടുക്കുന്നത് ഇസ്ലാമിനെ പൊളിക്കുന്നത് പോലെയാ, അവന് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ചെറുപ്പക്കാരാ, കള്ളുകുടിയന്റെ കൂടെ നടക്കല്ലേ, അവന്റെ കൂടെ ഇരിക്കല്ലേ, അവന്റെ കൂടെ കൂട്ടുകൂടല്ലേ. നടന്നാ നിന്നെ തിരിച്ചറിയുമടാ. കള്ളുകുടിയന്റെ കൂട്ടുകാരന് നാളെ പരലോകത്തെ തിരിച്ചറിയുന്നത് എങ്ങനെയെന്നറിയുവോ? ഇവിടത്തെ കബറിന്റെ അകത്ത് നിന്ന്, പള്ളിക്കാട്ടിൽ നിന്ന് കള്ളുകുടിയന്റെ കൂടെ നടന്നവന്മാരെ മുഴുവനും വരുന്നത് എങ്ങനെയെന്നറിയോ? അന്ധന്മാരെ പോലെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സലാത്ത് പറയാൻ ഒരു മടി. നബി മുഹമ്മദ് മുസ്തഫ ഉള്ളത് പറയുമ്പോ പറയാൻ ഇത്തിരി മടിയ, അങ്ങോട്ട് പെട്ടെന്ന് ദഹിക്കൂല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എത്ര കാര്യം പഠിച്ചു. കള്ളു കുടിക്കുന്നവന് മാത്രമേ നീ നിന്റെ മോളെ കെട്ടിച്ചു കൊടുക്കൂ. കാരണം എന്ത്? ഇന്നതൊരു ഫാഷനാ. കള്ളുടെ ഒരു 60 അടിക്കും. ആ സന്തോഷം വരുമ്പോ മാത്രം, കൂട്ടുകാരെ നിർബന്ധിക്കുമ്പോ മാത്രം. ഓ, പാവല്ലല്ലേ. സ്വന്തം വാപ്പയെ തല്ലുന്ന മക്കളുടെ കാലം അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പെണ്ണ് കെട്ടിച്ചു കൊടുക്കരുത്. അവന്റെ മയ്യത്ത് നിസ്കരിക്കും. പള്ളിയിലെ സെക്രട്ടറി കള്ളു കുടിക്കുന്നവനാ. മരിച്ച പിന്നെ പള്ളി കൊണ്ടൊന്നും നടക്കാതെ പിന്നെ എവിടെ നടക്കാനാ? പള്ളിയിലെ കമ്മിറ്റിക്കാരന്മാര് പോലും കള്ളു കുടിക്കുന്നവന്മാരാ. അവന്റെ മോ മരിച്ചുപോയി, പള്ളി കൊണ്ടുപോയി നടക്കിയില്ലെങ്കിൽ പിന്നെ എവിടെ നടക്കും? ഇവിടെ ബദർ നടക്കും. അപ്പൊ എന്താ ചെയ്യാ? പുഴുത്തു നാറും വീട്ടിൽ കിടന്നിട്ട് എന്ത് ചെയ്യണമല്ല? നുവല്ലിഹി മാ തവല്ല വനുസ്രി. പറയാനുള്ളത് പറ നബിയെ, പറയാനുള്ളത് പറ. കേൾക്കാതിരിക്കുന്ന അവന്റെ ഇഷ്ടം. ചത്താ കൊണ്ടുവന്ന് കുഴിച്ചിട്ടേരാ, ഞാൻ നോക്കിക്കോളാം. അള്ളാഹ് നോക്കിക്കോളും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളാരും കള്ളു കുടിക്കുന്നവരാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കള്ളുകുടിയന്റെ കൂടെ നടക്കുന്നവരാ നിങ്ങളിൽ പലരും. കള്ളുകുടിയന് ഭക്ഷണം കൊടുക്കുന്നവരാ നിങ്ങൾ. ഭക്ഷണം ഒരു നേരത്തെ അല്ല, ഒരുള്ള ഭക്ഷണം കൊടുത്താൽ നിന്റെ ഉമ്മാനെ നിനക്ക് ഓർമ്മ വരണം. വ്യഭിചരിച്ചതിന് തുല്യവാ. അവനെ നിങ്ങൾ സഹായം ചെയ്തു കൊടുക്കരുത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ അവിടുന്ന് പറയുന്നു, കള്ളിൽ ശിഫയില്ല, ഒരു മരുന്നിനും ശിഫ കള്ളിലില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഒരുപാട് കുടിച്ചവർ, ഉപ്പാനെ തല്ലുന്ന മക്കൾ, വാപ്പയെ ചീത്ത വിളിക്കുന്ന മക്കൾ, 4 മൃഗങ്ങളുടെ സ്വഭാവം കള്ളുകുടിയനുണ്ടെന്ന കണ്ടിട്ടില്ലേ? കള്ളു കുടിക്കുന്നവന്മാരിങ്ങനെ ആടാറുണ്ട്. എന്തുകൊണ്ടാടുന്നേ? കള്ളു കുടിക്കുന്നവന്റെ കാലുറക്കാറില്ല. അവന് 4 മൃഗത്തിന്റെ സ്വഭാവം ഉണ്ടാകും. തഴവ് ഉസ്താദിന്റെ ബൈത്തെടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ആദം നബി അലൈഹിസ്സലാം ഒരു മുന്തിരിയുടെ തൈ ലോകത്താദ്യമായിട്ട് നട്ടു. നടുന്ന സമയത്ത് ഇബ്ലീസ് ഒരു മയിലിനെ അറുത്തിട്ട് അതിന്റെ രക്തം കൊണ്ടുവന്നൊഴിച്ചു. 2ാമത് കൊരങ്ങന്റെ രക്തം കൊണ്ടൊഴിച്ചു. 3ാമത് സിംഹത്തിന്റെ രക്തം കൊണ്ടൊഴിച്ചു. 4ാമത് പന്നിയുടെ രക്തം കൊണ്ടൊഴിച്ചു. ഈ 4 ജീവിയുടെ സ്വഭാവം കള്ളുകുടിയുണ്ട്. മയിലിന്റെ സ്വഭാവം ആട്ടം. മയിലാടുന്നത് പോലെ കള്ളുകുടിച്ചവൻ നിന്ന് ആടാറുണ്ട്. അത് മയിലിന്റെ രക്തം ഒഴിച്ചത് കൊണ്ടാ. ചാട്ടം, കാലുറക്കത്തിലെ ചാടിച്ചാടിയാ നടക്കണേ. അത് കൊരങ്ങൻ ഇങ്ങനെ ഒരു മരക്കൊമ്പിന്ന് അടുത്ത മരക്കൊമ്പി ചാടുന്നത് പോലെ. ധൈര്യം, എവനെ കൊല്ലാൻ പറഞ്ഞാലും കൊല്ലും. സിംഹത്തിന്റെ ധൈര്യം. പന്നി ഏത് കാഷ്ടത്തിലും കിടക്കും, കുടിയൻ ഏത് ഓടയിലും കിടക്കും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ജീവിതത്തിൽ പാപം ചെയ്തവരാ, കള്ളു കുടിച്ചവരുണ്ടാകാം. അല്ലെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, കള്ളുകുടി 10 വിഭാഗം ആൾക്കാർ കള്ളു കുടിച്ചില്ലെങ്കിലും കള്ളുകുടിയന്റെ ലിസ്റ്റിലാ. ആരാ 10 വിഭാഗം ആൾക്കാർ? എന്റെ പ്രിയമുള്ളവരെ, കള്ളു കുടിക്കാൻ സ്ഥലം കൊടുത്തവൻ. ഹോട്ടലുണ്ട്, നല്ല ഹോട്ടലാ, ബിസ്മില്ല ഹോട്ടല് എന്നാ ഒരു സൈഡിൽ വരുന്നവന് 50 അടിക്കാനുള്ള സൗകര്യം, കടയുടെ ഒരു സൈഡ് ഇല്ലേ? ബിസ്മില്ലാ ഹോട്ടലിനകത്ത് കയറിയ. അങ്ങനെ ഒരു ഹോട്ടൽ ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ സ്വാഭാവികമായിട്ടൊരു പേര് പറഞ്ഞതേ ഉള്ളൂ.
നല്ല പേരിട്ടിട്ട് അതിനകത്ത് സൗകര്യം, നിന്റെ വീട്ടിലിരുത്തി അടിക്കാൻ. കല്യാണത്തിന്റെ തലേ ദിവസം പാർട്ടി, കള്ളു കുടിക്കാൻ, ബിയർ കുടിച്ചോ അല്ലേ? കടയിൽ കച്ചവടം നടത്തുന്നവൻ ഒരു 2 സോഡയും ഇത്തിരി മിച്ചറും 2 ഗ്ലാസും സംസം വെള്ളം കുടിക്കാനല്ല, കള്ളു കുടിക്കാനാന്നറിയാം, കൊടുക്കും നീ ഇല്ലേ? അളിയ ബീവറേജിന്റെ മുന്നിൽ ഒന്ന് വിട്ടേക്ക്, കേറ്, അല്ലാഹു കേറിക്കോ, സ്വർഗത്തിലല്ലേ കേറി, കേറ്റിക്കൊണ്ട് വിട്, നീയും കള്ളു കുടിക്കേണ്ട ലിസ്റ്റിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് ഇതുപോലെയുള്ള പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തവരാ. വ്യഭിചരിച്ചവരുണ്ട്, പലിശ തിന്നവരുണ്ട്. അല്ലാഹുവേ, ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ എവിടെ കൊണ്ട് കഴുകിക്കളയാനാന്ന് ചോദിക്കുന്ന ചെറുപ്പക്കാരാ, രാത്രി എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ചിട്ടൊന്ന് കരയണം അള്ളാന്റെ മുന്നിൽ കൈനീട്ടിയിട്ട്. 1-ാം ആകാശത്തിൽ വന്നിരുന്നിട്ട് അല്ല ഭൂമി നോക്കിയിട്ട് പറയാ, ആരാ എന്നോട് ചോദിക്കുന്നത്? ഞാൻ പുറത്തു കൊടുക്കാം. എന്താ വേണ്ടത് എന്നോട് ചോദിക്ക്, ഞാൻ തരാമെന്ന് പറഞ്ഞ് 1-ാം ആകാശത്തിൽ അല്ലാഹു വന്നിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ജീവിതത്തിൽ പാപം ചെയ്യാത്ത ആരുമില്ല. കാരണം നമ്മളാരും മലക്കുകളല്ല, മനുഷ്യന്മാരാ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, റബീഉൽ അവ്വലിന്റെ രാത്രിയാണ്. ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും മഴത്തുള്ളി പെയ്തിറങ്ങുന്ന സദസ്സിലിരുന്നു കൊണ്ട് ഓരോന്നായിട്ട് നീ എണ്ണി എണ്ണി പറയണം. എങ്ങനെ പറയണമെന്നറിയോ? പൊറുക്കണ്ട പാപമോ സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവൻ ആരുണ്ട് നീയല്ലാതെ. ഇഹലോക ആർഭാടങ്ങളെന്നെ വലച്ചതാ, നഫ്സെന്നെ ഉന്തി തള്ളി വിട്ടു ചതിച്ചതാ. അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. പടച്ചവനെ, പെട്ടുപോയതാ തമ്പുരാന്. സാഹചര്യവും ശൈത്താനും എല്ലാം എന്നെ കൊണ്ട് നശിപ്പിച്ചതാണ്, എന്നെ പിഴപ്പിച്ചതാണ്. അല്ലാഹുവേ, നീ എല്ലാം കാണുമെന്ന് എനിക്കറിയാ തമ്പുരാന്. എന്നിട്ടും ചെയ്തത് ധിക്കാരമല്ല, നീ കണ്ടാൽ എനിക്കൊന്നുമില്ല എന്ന് കരുതിയിട്ടല്ല. പെട്ടുപോയതാ തമ്പുരാന്. പൊറുക്കുന്നവൻ നീ അല്ലാതെ ആരാ അല്ലാ? നീ ഗഫൂറല്ലേ അല്ലാ? നീ റഹീമല്ലേ അല്ലാ? നീ കരുണാനല്ലേ അല്ലാ? പടച്ചവനെ, എന്റെ പാപം പൊറുക്കണേ എന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം ചെറുപ്പക്കാരാ. അതുകൊണ്ട് പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നവന്, നീ രാവിലെ പള്ളിയിൽ പോയാ എല്ലാവരും കാണും. സുബഹിയും ളുഹറും അസ്റും മഗ്രിബും ഇശായൊക്കെ നമസ്കരിക്കാൻ പള്ളിയിൽ പോയാ 4 പേര് കാണും. തഹജ്ജുദ് നിസ്കരിച്ചാ കൂടെ കിടക്കുന്നവൾ അറിയൂല, സ്വന്തം മക്കൾ അറിയൂല. അങ്ങനെ ആരും അറിയാത്ത സമയത്ത് നിസ്കരിച്ച നിന്നെ അല്ലാഹു ബഹുമാനിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എല്ലാവരും അറിയും, ആരും അറിയാതെ നിന്റെ കൂരക്കകത്ത് നീ നിസ്കരിച്ച നിന്നെ പരലോകത്ത് എല്ലാവരും തിരിച്ചറിയും. എങ്ങനെയാ തിരിച്ചറിയുന്നത്? എല്ലാവരും തല താഴ്ത്തി നടക്കുന്ന ദിവസം 2 വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കുമെന്നാണ്. നാളെ പടച്ചറപ്പിന്റെ കോടതിയില് 2 വിഭാഗം തല ഉയർത്തിയിട്ട് നടന്നു പോകും. ആ 2 വിഭാഗത്തിലെ ഒരു വിഭാഗം ആരെന്നറിയോ? രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന വാപ്പാ, തഹജ്ജുദ് മുടക്കാത്ത പെങ്ങള്. നാളെ പരലോകത്ത് ചെല്ലുമ്പോ, അള്ളാന്റെ കോടതിയിൽ ചെല്ലുമ്പോ നിന്റെ തല ഉയർന്നു നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പാതിരാത്രി എഴുന്നേറ്റ് അള്ളാനെ ഓർത്തെങ്കില് പരലോകത്ത് ചെല്ലുമ്പോ അള്ളാനെ നിന്നെ ഓർക്കും ചെറുപ്പക്കാരാ. അതുകൊണ്ട് റസൂലുള്ള പറയുകയാ, സുമ്മ യഊദു ഫയുനാദിൽ മുനാദി അയ്യുല്ലദീന കാനത് തതജാഫാ ജുനൂബുഹും അനിൽ മളാജി വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. നാളെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന 2ാമത്തെ വിഭാഗം ഇവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തഹജ്ജുദ് നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു തഹജ്ജുദ് നിസ്കാരം നിലനിർത്താൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പകല് പള്ളിയിൽ പോയി നിസ്കരിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റും. പക്ഷേ രാത്രി നിസ്കരിക്കണമെങ്കിൽ നീ വിചാരിച്ചാ പോരാ, അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.